അന്നു പെയ്ത മഴയിൽ ഭാഗം 2. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. വർഷയുടെ മുഖം കണ്ടതും ആദ്യത്തെ നിമിഷം തരിച്ചു നിന്നു. അവൻ്റെ ചുണ്ടുകൾ എന്തോ പേര് മന്ത്രിക്കുന്നത് അവൾ കണ്ടു. അത് ആദിത് മേനോനാണെന്ന് മനസ്സിലായതും കഴിക്കുന്നതിനിടയിൽ വർഷ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. 2-3 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അവൾ ആദിത്യനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. എച്ചിൽ കൈയുമായി എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പേടിയോടെ അവനെ നോക്കി. ഹു ആർ യു? ആദിത്യ അവളോട് ചോദിച്ചു. ഞാൻ വർഷ ഉത്തരം പറയാൻ വയ്ക്കി. ഓ, മലയാളിയാണോ? ചോദിച്ചത് മനസ്സിലായില്ലേ? നീ ആരാന്ന്? ആദിത്യ ശബ്ദമുയർത്തി ചോദിച്ചു. ഞാനൊരു സെയിൽസ് ഗേളാണ്, വർഷ പറഞ്ഞു. ഡു യു തിങ്ക് ദിസ് ഈസ് എ ചോൾട്രി? ആദിത്യ ഒച്ച വെച്ചു. എന്താ? വർഷ അവനെ നോക്കി കണ്ണുമിഴിച്ചു. കണ്ട വഴിപോക്കർക്ക് കയറി നിറങ്ങാനുള്ള സത്രമല്ല ഇത്. ആദിത്യ ചൂടായി. സാറിന് മലയാളം അറിയാലോ. എനിക്കറിയാത്ത ഭാഷ പറഞ്ഞ് എന്നെ പേടിപ്പിക്കേണ്ട കാര്യം എന്താ? ധൈര്യം സംഭരിച്ച് വർഷ ചോദിച്ചു. അവളുടെ സംസാരം കേട്ട് ആദിത്യ അവളെ തന്നെ നോക്കി നിന്നു. ആദ്യമായിട്ടാണ് തനിക്കൊരു പരിചയമില്ലാത്തൊരു പെണ്ണ് തന്നോട് തറുതല പറയുന്നത്. അവരുടെ സംസാരം കേട്ട് മുകളിൽ നിന്നും സതി ഇറങ്ങി വന്നു. മോൻ എപ്പോ വന്നു? സതി ചോദിച്ചു. സതി ആൻറ്റി, ഇതാരാ? ആദിത്യ വർഷയെ അവജ്ഞയോടുകൂടി നോക്കി സതിയോട് ചോദിച്ചു. മോൻ വാ, ഞാൻ പറയാം. കുറച്ച് സംസാരിക്കാനുണ്ട്. മോൾ അവിടെ ഇരുന്ന് കഴിക്ക്. സതി അവനെ വിളിച്ച് അകത്തെ റൂമിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ പോവാ അമ്മേ. ഉണ്ടോണ്ടിരുന്ന ചോറിന് മുന്നിൽ വെച്ചാ ഇദ്ദേഹം എന്നെ അപമാനിച്ചു വിട്ടത്. വർഷ ടേബിളിലെ പ്ലേറ്റ് എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. മോൾ അവിടെ നിന്നേ. ഞാനല്ലേ കുട്ടിയെ അവിടെ ഇരുത്തിയത്. മോനോടൊന്ന് ഞാൻ സംസാരിക്കട്ടെ. മോളെ അന്നം കളയരുത്. അത് കഴിച്ചിട്ട് വാ. സതി അവളെ സമാധാനിപ്പിച്ചു. ഞാൻ ഈ ഭക്ഷണം കളയാനോ? നല്ല കഥയായി. ഈ സാറൊക്കെ സമ്പത്തിൻ്റെ മടിത്തട്ടിൽ ജനിച്ചു വളർന്നവരാ. ഉണ്ണാനും ഉടുക്കാനും ഇഷ്ടം പോലെ ഉള്ളവർക്ക് ഞങ്ങളെപ്പോലെ കിട്ടുന്ന കാശ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും തികയാതെ വരുന്നവരുടെ ഗതികേടും നിസ്സഹായാവസ്ഥയും മനസ്സിലാകില്ലമ്മേ. ഞാൻ ഈ മേശയിലിരുന്ന് കഴിച്ചതല്ലേ സാറിന് ഇഷ്ടപ്പെടാഞ്ഞത്. ഞാൻ അടുക്കളയിലേക്ക് പോകുക. അവിടെ ഇരുന്ന് കഴിച്ചോളാം. വർഷ കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഇത് ഏതായി സാധനം? ആദിത്യ സതിയോട് ചോദിച്ചു. ഒരു പാവാണ് മോനെ. ഓരോ സാധനങ്ങൾ വിൽക്കാൻ ഇവിടെ വരും. വേണ്ടാന്നുണ്ടെങ്കിലും ഞാൻ ഓരോന്ന് മേടിക്കും. ഇതുപോലെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും. അനാഥക്കുട്ടിയാ, വലിയ കഷ്ടപ്പാടാ. ഇവിടെ എന്തെങ്കിലും ജോലി തരുമോയെന്ന് ചോദിച്ചു. മോനോട് ചോദിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. സതി പ്രതീക്ഷയോടെ അവനെ നോക്കി. മറ്റൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സമ്മതം മൂളിയേനെ. അമേരിക്കയിലെ കമ്പനിയും അവിടുത്തെ ജോലി തിരക്കുകളും എല്ലാം മാറ്റിവെച്ച് ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് സതിയാൻ്റിക്കറിയാലോ. ആദിത്യ സതിയോട് പറഞ്ഞു. എനിക്കറിയാം മോനെ. അതുകൊണ്ടാണ് മോനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞേ. മോനിഷ്ടമല്ലെങ്കിൽ പറഞ്ഞു വിട്ടേക്കാം, സതി വിഷമത്തോട് പറഞ്ഞു. ആദിത്യ കുറച്ചു നേരം എന്തോ ആലോചിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ സതിയാൻ്റിയുടെ മനസ്സിൽ അവളുടെ മുഖം എന്നും ഒരു വിങ്ങലായി കിടക്കുമെന്ന് എനിക്കറിയാം. ആദിത്യ സതിയെ സൂക്ഷിച്ചു നോക്കി. അവരൊന്നും മിണ്ടാതെ തല താഴ്ത്തി. അതുകൊണ്ട് എന്തായാലും തൽക്കാലം അവളിവിടെ നിൽക്കട്ടെ. പക്ഷെ സതിയാൻ്റി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് അവളോട് പറയണം, ആദിത്യ പറഞ്ഞു. മോന് പുണ്യം കിട്ടും. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ട് വരാം, സതി സന്തോഷത്തോടെ പറഞ്ഞു. അവരടുക്കളയിലേക്ക് ചെന്നപ്പോൾ വർഷ പാത്രം കഴുകുകയായിരുന്നു. അമ്മ, ഞാൻ ഇറങ്ങുക. പാത്രം തിരിച്ച് പാതകത്തിൽ വെച്ചിട്ടുണ്ടേ. പാത്രം തിരിച്ച് പാതകത്തിൽ വെച്ച് വർഷ തൻ്റെ ബാഗ് എടുത്ത് പോവാനൊരുങ്ങി. മോളിവിടെ എൻ്റെ കൂടെ കൂടുന്നോ? സതി വർഷയോട് ചോദിച്ചു. അതിന് സാറ് സമ്മതിച്ചോ? വിശ്വാസം വരാത്തതുപോലെ അവൾ സതിയെ നോക്കി. സാറ് സമ്മതിച്ചു മോളെ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അടുക്കള കാര്യത്തിനപ്പുറം വീട്ടുകാര്യങ്ങളിൽ ഒന്നിലും ഇടപെടരുത്. ഇവിടെ നടക്കുന്ന പലതും കണ്ടില്ലാന്ന് നടിച്ചേക്കണം. വീട്ടിനകത്തെ കാര്യങ്ങൾ പുറത്ത് ആരോട് ചെന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? സതി വർഷയോട് പറഞ്ഞു. ഞാൻ പരദൂഷണമൊന്നും പറഞ്ഞു നടക്കാറില്ലമ്മേ. അമ്മക്കെന്നെ വിശ്വസിക്കാം. വർഷ അവർക്ക് ഉറപ്പ് നൽകി. അമ്മ, ഞാൻ എൻ്റെ തുണിയൊക്കെ എടുത്തിട്ട് വരാം. ഈ സാധനങ്ങളൊക്കെ തിരിച്ചേൽപ്പിക്കുകയും വേണം.
വർഷ അവരോട് യാത്ര പറഞ്ഞ് അടുക്കളയുടെ പിൻവശത്തുകൂടി ഇറങ്ങി ഗേറ്റിലേക്ക് നടന്നു. മുറ്റത്തെത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. അവിടെ വീടിൻ്റെ ബാൽക്കണിയിൽ ആദിത്യ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയതിനു ശേഷം തൻ്റെ ഷോൾഡർ ബാഗ് ഒന്നുകൂടി വലിച്ചിട്ട് വെളിയിലേക്ക് നടന്നു. വർഷയുടെ മുഖം കാണുന്തോറും മറ്റാരുടെയോ ഓർമ്മകൾ തികട്ടി വന്ന് അവൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. അന്ന് വൈകിട്ട് വർഷ വൈറ്റ്പേളിലേക്ക് താമസം മാറി. താഴത്തെ നിലയിൽ അടുക്കളയുടെ സൈഡിലുള്ള സതിയുടെ മുറിയിൽ ഒരു ചെറിയ ബെഡിട്ട് അവരവൾക്കായി മുറിയൊരുക്കിയിരുന്നു. തൻ്റെ സാധനങ്ങളെല്ലാം അവിടെ ഒതുക്കി വെച്ച ശേഷം കുളിച്ച് വേഷം മാറി അവൾ അടുക്കളയിൽ കയറി ജോലി തുടങ്ങി. 8-10 മുറികളുള്ള ഭീകര വീടായിരുന്നു അത്. മുകൾ നിലയിൽ ആദ്യത്തെ മുറി ആദിത്യൻ്റേതായിരുന്നു. മുകളിലത്തെ മറ്റു 3 മുറികൾ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. വർഷ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒന്ന് വികാസ് മേനോൻ്റെ സുഹൃത്ത് ജയശങ്കറിൻ്റെ ഭാര്യ മായയുടെ മുറിയും രണ്ടാമത്തേത് അവരുടെ മകൻ ജയശങ്കറിൻ്റെ മുറിയുമായിരുന്നു. വെക്കേഷന് വരുമ്പോൾ അവർ താമസിക്കുന്ന മുറികളാണ്. താക്കോൽക്കൂട്ടം സതിയുടെ കയ്യിലുണ്ടെങ്കിലും അവർ വരുമ്പോൾ മാത്രമേ അത് തുറക്കാറുള്ളൂ എന്നറിയാൻ കഴിഞ്ഞു. അവിടെ നിന്ന് കുറച്ച് മാറി അങ്ങേ അറ്റത്തുള്ള മുറിയും അടഞ്ഞു തന്നെ കിടക്കുന്നു. ഈ 3 മുറികൾ ഒഴിച്ച് ബാക്കി എല്ലാം ഇടയ്ക്കിടയ്ക്ക് തൂത്തു തുടച്ച് വൃത്തിയാക്കണമെന്ന് സതി വർഷയോട് പറഞ്ഞു. രാത്രി ആദിത്യന് കഴിക്കാനുള്ള ചപ്പാത്തിയും കറികളും അവളുണ്ടാക്കി. സതി കുറച്ച് കഞ്ഞിയും ചമ്മന്തിയും തയ്യാറാക്കി. അതുമായിട്ട് അവർ സ്റ്റെയർകേസ് കയറി മുകളിലത്തെ നിലയിലേക്ക് പോയി. ആദിത്യനായിരുന്നു ആ ഭക്ഷണമെന്ന് അവൾ ഊഹിച്ചു. പിന്നെ എന്തിനാണ് ആദിത്യന് വേണ്ടി തന്നോട് ചപ്പാത്തിയും കറികളും ഉണ്ടാക്കാൻ സതി പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞ് കാലിയായ പ്ലേറ്റും കൊണ്ട് സതി ഇറങ്ങി വന്നു. അവരുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നത് വർഷ ശ്രദ്ധിച്ചു. ആദിത്യ മുകളിൽ അവൻ്റെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ ഭൂതം സതിയമ്മയോട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറഞ്ഞു കാണുമെന്ന് വർഷ മനസ്സിലോർത്തു. കുറച്ചു കഴിഞ്ഞ് ആദിത്യ താഴേക്ക് ഇറങ്ങി വന്ന് ഡൈനിങ് ടേബിളിൻ്റെ അരികിൽ കസേരയിലിരുന്നു. സതിയാൻറ്റി, ആദിത്യ വിളിച്ചു. മുകളിൽ ഇരിക്കുന്നിടത്ത് ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ടും ആയമ്മയെ കരയിപ്പിച്ചതും പോരാ, ഇപ്പം തേനും പാലും ഒഴുകി സതിയാൻറ്റി എന്ന് വിളിക്കുന്നു. വർഷ അവൻ കേൾക്കാതെ ദേഷ്യത്തിൽ പിറുപിറുത്തു. മോനെ കഴിക്കാൻ ഇപ്പോൾ എടുക്കാവേ. സതി വർഷ തയ്യാറാക്കി വെച്ചിരുന്ന ചപ്പാത്തിയും കറികളും എടുത്തുകൊണ്ട് വന്നു. ഇയാളുടെ വയറ്റിൽ എന്താ കൊക്കോപ്പുഴുണ്ടോ? കുറച്ച് മുൻപല്ലേ സതിയാൻറ്റി കൊണ്ടു കൊടുത്ത കഞ്ഞിയും ചമ്മന്തിയും വെട്ടി വിഴുങ്ങിയത്, ഇപ്പം പിന്നെയും വിശക്കുന്നോ? വർഷ മനസ്സിൽ വിചാരിച്ചു. ആദിത്യ കഴിക്കുന്ന സ്ഥലത്തേക്ക് വർഷ വന്നില്ല. ആദിത്യന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് സതിയും അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. വർഷ അടുക്കളയിൽ തന്നെ നിന്നു. ഇനി എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം ഇറങ്ങാതിരിക്കണ്ട. വർഷേ, സതി വിളിച്ചു. എന്താ അമ്മേ? വിളി കേട്ടുകൊണ്ട് വർഷ അവിടേക്ക് ചെന്നു. മോളും വാ, ഒരുമിച്ചിരുന്ന് കഴിക്കാം, വാ, സതി വർഷയോട് പറഞ്ഞു. അവൾക്ക് വേണ്ടി അവരുടെ അടുത്തായി കസേര നീക്കിയിട്ടു. ആദിത്യ അവളെ നോക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. വേണ്ടമ്മേ, ഞാൻ അടുക്കളയിലിരുന്ന് കഴിച്ചോളാം, വർഷ മടിയോടെ പറഞ്ഞു. അങ്ങനൊന്നും വിചാരിക്കേണ്ട കുട്ടി, കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാ ഇവിടുത്തെ പതിവ്. മോൾ ഇവിടെ വന്നിരിക്കി. സതി അവളെ പിന്നെയും വിളിച്ചു. വേണ്ടമ്മേ, അഹങ്കാരാണെന്ന് വിചാരിക്കണ്ട. എനിക്കിതൊന്നും ശീലമില്ലാത്തതുകൊണ്ടാ. ഉച്ചയ്ക്ക് അമ്മ നിർബന്ധിച്ചതുകൊണ്ടാ ഞാനിവിടെ മേശയിലിരുന്നത്. അതെന്തായാലും തെറ്റായിപ്പോയി. ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിച്ചോളാം. വർഷ അതും പറഞ്ഞ് ആദിത്യനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങി. ഇന്നെന്താ കറിക്കൊരു വൃത്തികെട്ട ടേസ്റ്റ്? സതിയാൻറ്റി ഉണ്ടാക്കിയതിൻ്റെ 7 അയലത്ത് വരത്തില്ല. വർഷയെ നോക്കാതെ ആദിത്യ പറഞ്ഞു. നിങ്ങളുടെ കഴിപ്പ് കണ്ടിട്ട് അങ്ങനെയല്ലല്ലോ തോന്നുന്നേ എന്ന് വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു വർഷയ്ക്ക്. പക്ഷെ അവൾ നാവ് അടക്കി പിടിച്ചു. സതി അവളെ നോക്കി ആദിത്യ തമാശ പറഞ്ഞതാണെന്ന് കണ്ണിറുക്കി കാണിച്ചു. വർഷ ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള വൃത്തിയാക്കി വർഷയും സതിയും ഉറങ്ങാൻ കിടന്നു. രാത്രിയായപ്പോൾ ഒരു അലർച്ച കേട്ട് വർഷ ഞെട്ടി എഴുന്നേറ്റു. നോക്കിയപ്പോൾ സതി അരികിലില്ല. മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. തനിക്ക് തോന്നിയതാകുമെന്നോർത്ത് അവൾ കിടക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അതേ അലർച്ച. അത് മുകളിലത്തെ നിലയിൽ ഏതോ ഒരു മുറിയിൽ നിന്നായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ സ്റ്റെയർകേസ് കയറി മുകളിലേക്ക് ചെന്നു. ആദിത്യൻ്റെ മുറിയും തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അവൾ അകത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പൂട്ടിക്കിടക്കുന്ന 3 മുറികളിൽ ജയശങ്കറിൻ്റെയും കുടുംബത്തിൻ്റെയും അല്ലാത്ത അങ്ങേ അറ്റത്തുള്ള മുറി പാതി തുറന്നു കിടക്കുന്നത് അവൾ കണ്ടു. അവിടെ നിന്നും വീണ്ടും അലർച്ച കേട്ടു. പേടി തോന്നിയെങ്കിലും അവൾ പതിയെ അങ്ങോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞ് അലർച്ചയും ബഹളവും ഒതുങ്ങിയപ്പോൾ
സതി കരഞ്ഞുകൊണ്ട് ആ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. പുറകെ ആദിത്തും. രണ്ടുപേരും വർഷയെ കണ്ട് ഞെട്ടി. വർഷ അവരെ നോക്കി പകച്ചു നിന്നു. ആദിത്ത് ആ മുറി പൂട്ടി താക്കോൽ സതിയെ ഏൽപ്പിച്ചു. വർഷയെ നോക്കാതെ അവൻ്റെ മുറിയിലേക്ക് പോയി. സതി താക്കോൽ കൂട്ടം കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. പതിയെ അവര് സ്റ്റെയർ കേസ് ഇറങ്ങി അവരുടെ മുറിയിലേക്ക് പോയി. ആ മുറിയുടെ മുൻപിൽ തന്നെ കുറച്ചുനേരം വർഷ നിന്നു. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ മിന്നിമറഞ്ഞു. ഒടുവിൽ താൻ അന്വേഷിച്ചു വന്നത് കണ്ടെത്തിയിരിക്കുന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.